ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദേവികാസ് ഡ്രീം വേൾഡ്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഞാൻ 3D കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ണാടിയാണോ എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും ഞാൻ ഇവിടെ തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പാർക്ക് വരാറുണ്ട്. അപ്പം ഞാൻ ഈ പാർക്കിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ റോളർ കോസ്റ്ററിൻ്റെ അനുബന്ധിച്ച് ഒരു റൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ കയറി ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ. ടോട്ടൽ 6 റോളർ കോസ്റ്ററുകളുണ്ട്. അപ്പോൾ അതിലെ ആദ്യത്തെ 2 എന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്കുള്ളതാണ്. അത് 100 രൂപയുടെയാണ്. അത് വലിയ രസമൊന്നുമില്ലായിരിക്കും. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ 150 രൂപയുടെ സംഭവമാണ്. അത് എൻ്റെ പ്രായമൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ പറ്റുന്നതാണ് 200 രൂപയുടെ. അപ്പം ഞാനിപ്പം എൻ്റെ പ്രായത്തിനുള്ള അതിനാണ് കയറിയത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്നോ കോസ്റ്ററിലാണ് ഞാൻ കയറിയത്. അതെന്ന് പറഞ്ഞാൽ സ്നോയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ റോളർ കോസ്റ്ററാണ്. അപ്പോൾ അതിലേ കൂടെ നമ്മൾ ഇങ്ങനെ റോളർ കോസ്റ്ററിൽ കൂടെ കയറിപ്പോവും. അപ്പോൾ ശരിക്കും റോളർ കോസ്റ്ററിലൂടെ പോകുന്ന പോലെ നമുക്ക് തോന്നും. ഞാൻ ചെരിഞ്ഞും വളഞ്ഞും ഒക്കെ പോകുന്നുണ്ട്. ശരിക്കും ഞാൻ അവിടെ കയറുന്നതിന് മുമ്പ് വേറൊരു ചേട്ടൻ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു, എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുമല്ലോ, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ച് നിന്നു, ഇങ്ങനെയൊന്നും ആക്ഷൻ കാണിക്കാതെ. എന്നാലും നമ്മൾക്ക് വന്നു പോകും. ശരിക്കും റോളർ കോസ്റ്ററിൽ കയറുന്ന പോലെ തോന്നും കേട്ടോ. അപ്പം നല്ല അടിപൊളി അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പം എൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സാന്റാക്ലോസ് ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഇരിക്കുന്നത് സാന്റാക്ലോസ് ആണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുമ്പം മാനുകളൊക്കെ തുള്ളിച്ചാടി പോകുന്നതൊക്കെ കാണാം. അതേപോലെ കരടികളൊക്കെ ഇങ്ങനെ നമ്മളെ കൈ കാണിച്ച് അടിക്കാൻ വരുന്നതൊക്കെ പോലെ നമുക്ക് തോന്നും. അതേപോലെ ഞാൻ മലയുടെ മുകളിലേക്ക് കയറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയത്. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഈ കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ബന്ധുവൊന്നുമല്ല. ആ കുട്ടിയും ചൂസ് ചെയ്തിരുന്നത് സ്നോ കോസ്റ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിർത്തിയത്. എൻ്റെ ഇടയ്ക്ക് അതിന് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ഇതെല്ലാം ഊരിയിട്ടൊന്നും കൂടെ വെച്ച് കൊടുത്തത്. ഞാൻ ഇപ്പോൾ ഗുഹയിലേക്ക് കയറുകയാണെന്ന് തോന്നുന്നു. ഒരു വലിയൊരു ഗുഹ അതിൻ്റെ ഇടയ്ക്ക് വന്നായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. ശരിക്കും ഒരു ഗുഹ, അതാണ് കാണേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അത് മുകളിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഗുഹ തന്നെ. മുകളിൽ നിന്നൊക്കെ കല്ലുകളൊക്കെ താഴോട്ട് വന്ന് വീഴുന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഭാഗം. അപ്പം നമ്മൾ വളഞ്ഞും തിരിഞ്ഞുമൊക്കെ പോവുകയാണ് റോളർ കോസ്റ്ററിലൂടെ. ഇപ്പം ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ കയറിയ ആ ഗുഹയാണ് കേട്ടോ. അതാണ് ഞാൻ നോക്കുന്നത്. ആ ഗുഹയുടെ എല്ലാ സൈഡുകളിലും ഞാൻ നോക്കി. ഇതെങ്ങനെയുണ്ടെന്ന് അറിയാൻ ഇങ്ങനെ എല്ലായിടവും നോക്കി കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ താഴോട്ട് നോക്കുമ്പോൾ കൊക്കയാണ്, വലിയ കൊക്കയാണ്. ഇതാ ഗുഹ. അത് ഫുൾ നോക്കി. മുകളിലോട്ട് നോക്കുമ്പോൾ അങ്ങ് ദൂരേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അതിനൊരു അറ്റമില്ലാത്ത രീതിയിലാണ് ആ ഗുഹ. താഴോട്ട് നോക്കിയാൽ താഴെ വലിയ കൊക്ക. അപ്പം അതിലേക്കൂടെ പോയി. എന്നിട്ട് പിന്നെ നമ്മൾ താഴോട്ടിറങ്ങി പോകുന്നുണ്ടായിരുന്നു. താഴോട്ടിറങ്ങി പോകുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ നേരെ നിൽക്കുകയാണ്. അതെന്താണോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇത് പോയി നിന്നു. റോളർ കോസ്റ്റർ പോയി നിന്നു. അപ്പോൾ എത്രയുള്ളൂ, ടാറ്റാ.